ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിഗ്സാഗ് ഗെയിമിംഗ് പ്ലേ. അപ്പോൾ ഞാനിന്ന് ഗ്രാനി ചാപ്റ്റർ 2 ആണ് കളിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ കളി സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ പ്രാക്ടീസ് മോഡിലാണ് ഇടുന്നത്. എക്സ്ട്രീം മോഡൊക്കെ നമുക്ക് പിന്നൊക്കെ കളിച്ച് വെക്കാം. ഞാൻ ആദ്യം പ്രാക്ടീസ് മോഡിലിട്ട് കളിക്കുകയാണ്. നൈറ്റ് മെയർ മോഡ് വേണോ? നൈറ്റ് മെയർ മോഡ് ഒരു കാര്യം ചെയ്യാം, നൈറ്റ് മെയർ മോഡ് ഇടണ്ട. പിന്നെ ക്വാളിറ്റി ലോ, മീഡിയം, ഹൈ ഉണ്ട്. ഹൈയിൽ ഒരു കാര്യം ക്വാളിറ്റി മീഡിയം ഇട്ടേക്കാം നമുക്ക്. പിന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ എക്സ്ട്രീം മോഡ് പ്ലസ് നൈറ്റ് മെയർ മോഡ് ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ എപ്പോഴെങ്കിലും. ഇപ്പം ഞാൻ പ്രാക്ടീസ് മോഡാണ് കളിക്കണം. അപ്പം നമുക്ക് കളിയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഡേ 1 ആണ്. നമ്മളതാണ്ട് എണീച്ചിട്ടുണ്ട്. ഓക്കെ, സെൻസിറ്റിവിറ്റി ഓക്കെ 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 നമ്മളാണ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വല്ലതും ഉണ്ടോ ഗൈസ്? ഇതിനകത്തൊന്നുമില്ല. താഴെ ബോട്ടിൻ്റെ അവിടെ പോയി നോക്കാം. ബോട്ടിൻ്റെ അവിടെ നമ്മളിപ്പോൾ ഡോർ എസ്കേപ്പാണ് ചെയ്യണത്. ബോട്ട് എസ്കേപ്പ്, ഹെലികോപ്റ്റർ എസ്കേപ്പ് ഒന്നല്ല. ബോട്ട് എസ്കേപ്പ്, ഹെലികോപ്റ്റർ എസ്കേപ്പ് ഒന്നല്ല, മറ്റേ ഡോർ എസ്കേപ്പാണ് ചെയ്യണത്. നമ്മളിപ്പോൾ സാധാരണ ഗ്രാനിയും ഗ്രാൻഡ് പയും വെച്ച് ഡോർ എസ്കേപ്പ് ചെയ്യുമ്പോൾ ഗ്രാനിയും ഗ്രാൻഡ് പയും വെളിയിൽ നോക്കിയിരിക്കും. മറിച്ച് നമ്മൾ പ്രാക്ടീസ് മോഡിൽ ഡോർ എസ്കേപ്പ് ചെയ്യുമ്പം വേറൊരു രീതിയിലാണ് നിൽക്കണം. അപ്പം എന്തിനാണ്, അതായത് ഗ്രാനി ആണെങ്കിൽ കാറിനകത്ത് നിന്ന് ഗ്രാൻഡ് പേക്ക് കൈ കാണിക്കും. ഗ്രാൻഡ് പേ ആണെങ്കിൽ ആരാണ് ഈ ഡോർ തുറന്നിട്ടതെന്ന് നോക്കും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം എസ്കേപ്പ് ചെയ്യുമ്പം. ഇതിനകത്ത് വല്ലതും ഉണ്ടോ നോക്കാം. ഇതിനകത്തൊന്നുമില്ല. ഇവിടെയാണ് സ്പൈഡർ കിടപ്പുണ്ട്. നമുക്ക് ഇതുവരെ ആയിട്ടും ഒന്നും കിട്ടിയില്ല. ഓക്കെ ഓക്കെ ഇവിടെ ഹെലികോപ്റ്റർ നമുക്ക് ആവശ്യമില്ല. പിന്നെ അതാണ്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു ക്ലോക്ക് ഉണ്ട്. ഇതിനകത്ത് ഡോർ ലോക്ക് ആയിരിക്കും. അതിനകത്തൊന്നുമില്ല. ചില സമയത്ത് ഡോർ ലോക്ക് കാണും. ഈ അലമാരക്കകത്ത് ഇതിനകത്താണ് ഡോർ ലോക്ക് വന്നേക്കണം. പക്ഷെ ഇപ്പം നമുക്ക് ഡോർ ലോക്കിൻ്റെ ആവശ്യമില്ല. ഗ്രാനിയും ഗ്രാൻഡ് പയും വെച്ച് കളിക്കുമ്പോഴാണ് ഡോർ ലോക്കിൻ്റെ ആവശ്യം. ഇപ്പോൾ ഗ്രാനിയും ഗ്രാൻഡ് പയും വെച്ച് കളിക്കുമ്പോഴാണ് ഡോർ ലോക്കിൻ്റെ ആവശ്യം നമുക്ക് ശരിക്കും വരുന്നത്. ഇവിടെ കട്ടിങ് പ്ലേയേഴ്സ്. ഇത് നമുക്ക് മറ്റേ ഡോർ എസ്കേപ്പിന് ആവശ്യമുണ്ട്. ഇത് നോക്കുന്ന ഇതാണ്. ഇവിടെ തന്നെ കട്ട് ചെയ്യേണ്ടത്. ഇവിടെ തന്നെ സെക്യൂരിറ്റി കീ ഉണ്ട്. വന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി കീ നമുക്ക് എടുക്കാം. ഇത് ഡ്രോപ്പ് ചെയ്ത് സെക്യൂരിറ്റി കീ എടുക്കാം. ഓക്കെ, സെക്യൂരിറ്റി ഇതിനകത്ത് സേഫ് കീ കിടപ്പുണ്ട്. ഇതോടെ ഡ്രോപ്പ് ചെയ്യാം. സേഫ് കീ എടുക്കാം. സേഫ് കീ എടുത്ത് നോക്കി ഇതാണ്ട് ഈ വഴി കൂടെ പോവാം. അതുകൊണ്ട് ഈ വഴി കൂടെ ഈ ഡോർ ഇപ്പോഴേ തുറന്നിട്ട് ഫ്രഞ്ച് ഇവിടെ കിടപ്പുണ്ട്. ഇത് നമുക്ക് നേരെ ആവശ്യമുണ്ട്. മറ്റേ ഒക്ടോപ്പസിൻ്റെ വെള്ളം വറ്റിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ സ്ലെൻഡറിനെ മോൻ്റെ അടുത്ത് പോകാൻ പറ്റൂല. വെള്ളം വറ്റിച്ചില്ലെങ്കിൽ. വെള്ളം വറ്റിക്കാതെ പോയാൽ മറ്റേ ഒക്ടോപ്പസ് നമ്മൾ തിന്നും. ഇതിനകത്ത് എന്തിനാണുള്ള ഡോർ എസ്കേപ്പിനെല്ലാം കിട്ടിയാൽ മതിയാണ്. ഡോർ എസ്കേപ്പിനുണ്ട്. ഡോർ ഹാൻഡിൽ സേഫ്റ്റി താഴെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഡോർ ഹാൻഡിലെടുത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി നമുക്ക് മറ്റേ എന്തിനാണ് എന്തിനാ വീലുണ്ടല്ലോ, മറ്റേ ടാങ്കാ, പേര് അറിഞ്ഞില്ല. പേരിന് ഓർമ്മയില്ല. പിന്നെ വീലും പിന്നെ ക്രോബാർ മതി. 2 സാധനം മാത്രം മതി ഇനി രക്ഷപ്പെടാൻ. 2 സാധനം.
നമുക്ക് എങ്ങനെയെങ്കിലും സ്റ്റൺ ഗൺ ഒപ്പിക്കണം, എന്നാലേ ആ സ്ലെൻഡ്രീനയുടെ മോനെ ബോധം കെടുത്താൻ പറ്റുള്ളൂ. അല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റൂല. അല്ലാതെ മീറ്റിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ എനിക്കൊരു ചെറിയൊരു ഇതല്ല, അതല്ല ചില സമയത്ത് നമ്മളെ കടിക്കും. അപ്പം നമുക്ക് വെറുതെ റിസ്ക് എടുക്കണം. ഹെലികോപ്റ്റർ മാനുവൽ വെറുതെ എടുത്ത് വെച്ചേക്കാം. ഹെലികോപ്റ്റർ മാനുവൽ നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് ആവില്ല, എന്നാലും വെറുതെ എടുത്ത് വെച്ചേക്കാം. ഇവിടെ ഒന്നുമില്ല. ആ മേശയ്ക്കകത്ത് വല്ല ഉണ്ടോയെന്ന് നോക്കാം. വെപ്പൺ കീ, യെസ്. അങ്ങനെ നമുക്ക് എന്തിനാണ് വെപ്പൺ കീ കിട്ടിയൊക്കെയാണ്. അപ്പോൾ ഈ വെപ്പൺ കീ കൊണ്ട് നമുക്ക് സ്പൈറിനെ മേശ തള്ളിയിട്ട് ആ സ്പൈറിനെ വെടിവെക്കാം. ആദ്യം എൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇതാണ്ട് ഈ ഗേവോ താഴെ ഈ ബ്രഞ്ച് അല്ലെങ്കിൽ വേണ്ട താഴെ എത്തിയ സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ബ്രഞ്ച് ഇവിടെ താഴെ ഇട്ടിട്ട് വെപ്പൺ കീ കൊണ്ട് താഴെ ഇറങ്ങാനാണ്. പിന്നെ അറിയാതെ താഴെ വീണ് പോയി. അതായത് ഞാൻ ബ്രഞ്ച് താഴെ ഇട്ടിട്ട് വെപ്പൺ കീ കൊണ്ട് എടുത്തിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ അറിയാതെ താഴെ വീണ് പോയി. താഴെ വീണ ശരിക്കും പിന്നെ ഇത് ലൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനി നമുക്ക് ബ്രഞ്ചിൻ്റെ ആവശ്യമില്ല, ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ പോയി അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ മുകളിൽ പോവാം. മുകളിൽ പോയി ആ വെപ്പൺ കീ എടുത്തുകൊണ്ട് വരാം. വെപ്പൺ കീ എക്സ്ട്രീം മോഡൊക്കെ എന്താണ് കളിക്കാൻ എനിക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ്, പിന്നെ നമ്മുടെ ചാനലിൽ അങ്ങനെ ഇവിടെ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് അവിടെ ഗ്യാസ് വരികയുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളുടെ ചാനലിന് വെറും 38 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ 38 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. 40 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ 40 സബ്സ്ക്രൈബേഴ്സ് ആവാറായുള്ളൂ. ഇനി നമുക്ക് കുറേ കൂട്ടണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അത്രയാണ്. അപ്പോൾ നമുക്ക് തുറന്നിട്ടുണ്ട്. ഇതിനെ അടക്കാൻ പറ്റില്ല. ഇവിടെ വെപ്പൺ കീ ടോപ്പ് ചെയ്യാം. ഷോട്ട് ഗൺ എടുത്ത് 2 എമോ ഇറങ്ങും. 2 എമോ ആവശ്യമില്ലല്ലോ, കിടക്കട്ട്. ഓക്കെ, ഇതാണ്ട സ്ലെൻഡറിന് വേണ്ടി അവനെ ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, ഗണ്ണ് ഒരു കാര്യം ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഇതാണ് നല്ലത്. അവിടെ ഡ്രോപ്പ് ചെയ്താൽ പിന്നെ നമുക്ക് ഗണ്ണ് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോഴേക്ക് ഇവ എണീക്കും. ക്രോബാർ ഇട്ടി ഗൈസ്, ക്രോബാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ ഈ ഗ്രാനിയുടെയും ഗ്രാൻഡ് പയറുടെയും വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാറായി. ഇനി ഇതാണ്ട് നമുക്ക് ഈ പലക പൊട്ടിക്കാം. ഒരു പലക പൊട്ടിച്ച് രണ്ടാമത്തെ പലക പൊട്ടിച്ച് ഇനി ഇത് കളയണ്ട. ഇനി ആവശ്യമുണ്ട് മറ്റേ അടിയിൽ മുകളിലായിട്ട് 2 പെട്ടിയുണ്ട്. ആ പെട്ടി പൊട്ടിച്ച് വെക്കാം. അതിനായിട്ടായിരിക്കും ആൻവീൽ. ഇതാണ് ഇത്. ഈ പെട്ടിക്കകത്ത് ആൻവീൽ കിട്ടിയാൽ മതിയായിരുന്നു. അല്ല, സ്റ്റൺ ഗണ്ണാണ്. സ്റ്റൺ ഗണ്ണിൻ്റെ ആവശ്യമില്ല. ഒട്ടുമല്ല, സ്റ്റൺ ഗണ്ണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മുകളിലത്തെ പെട്ടിയിലായിരിക്കും മറ്റേ ഹാൻഡ് വീലുള്ളത്. അല്ല, നമുക്ക് ഒരെണ്ണം കൂടെ വേണമല്ലോ. പാഡ്ലോക്കിങ് നമുക്ക് കിട്ടിയില്ലല്ലോ ഗൈസ്. പാഡ്ലോക്കിങ് കൂടെ വേണം നമുക്ക്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു. ഈ പെട്ടിക്കകത്ത് എന്തായാലും പാഡ്ലോക്കി അല്ലെങ്കിൽ മറ്റേതായിരിക്കും, ഹാൻഡ് വീലായിരിക്കും. ഹാൻഡ് വീലാണ്. പിന്നെ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാൻ പറ്റും. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഗെയിം പ്ലേ വീഡിയോസിൽ ഇങ്ങനെ ചാടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടും ചാടാൻ പറ്റും. അപ്പോൾ നമുക്കിത് നേരെ എന്തായാലും താഴെ കൊണ്ട് വെച്ചെടുക്കാം. സെറ്റ് ചെയ്ത് വയ്ക്കാം. പാഡ്ലോക്കി എവിടെ ആയിരിക്കും? പാഡ്ലോക്കി മറ്റേ ഹെലികോപ്റ്ററിൻ്റെ അവിടെ ആയിരിക്കും. അത് ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെയൊക്കെ തുറന്ന് നോക്കിയില്ല. ബോട്ട് കീയാണത്, പാഡ്ലോക്കി അല്ല. ഇതിനകത്തൊന്നുമില്ല. ഇവിടെ മറ്റേ ആ സ്ലെൻഡ്രീനൊരു മോനെടുക്കാനുള്ള ഇറച്ചിയുണ്ട്. ഒന്നുമില്ല. ഇവിടെയുണ്ട്.
ഇവിടെ ഒന്നുമില്ല, ഇവിടേക്കൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും താഴെ കൊണ്ട് നേരെ കറക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ വേണ്ട അപ്പോൾ ഒരെണ്ണം കൂടെ ഉള്ളു ഗൈസ്. ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റൂല, കാരണം നമുക്ക് പാഡ്ലോക്കേ ഇല്ല. ഈ മാച്ച് നമ്മൾ തുറന്ന് നോക്കിയില്ലല്ലോ, ഇതിനകത്ത് കണ്ടാൽ മതിയാണ് സ്പാർക്ക് ബ്ലാക്ക്. അപ്പോൾ ഈ 2 മാച്ചിലൊന്നും കാണൂലായിരിക്കും. ഒരു മിനിറ്റ് ഗൈസിൻ്റെ അടിയിലല്ലോ ഉണ്ടോ നോക്കിയിട്ട്. അടിയിലൊന്നും ഇല്ല. നമ്മൾ മുകളിലത്തെ മാച്ച് തുറന്ന് നോക്കിയാ. ഇവിടെ തുറന്ന് നോക്കി. ചേടാ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുകളിൽ തന്നെ. അപ്പോൾ മുകളിൽ തന്നെ പോയി നോക്കാം, ഏണി കയറാം. ഓക്കെ, ഇതാണ് ഈ ഡോറ് തുറക്കാം. ഇതിനകത്ത് പാഡ്ലോക്ക് കണ്ടാൽ മതിയാണ്. ഗായ്സ്, ഇപ്പോൾ പണി കെട്ടിയിട്ടുണ്ട്. ഈ മാച്ച് തുറന്ന് നോക്കട്ടെ. പാഡ്ലോക്ക് കാണണേ ഇല്ല, ഡക്ക് ടേപ്പ്. ചേടാ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് പോയി ആ പിക്ചർ എടുത്തുകൊണ്ട് വരാം. പിക്ചർ എവിടേക്കാണെന്ന് ബെഡിൻ്റെ പുറത്ത് പിക്ചറില്ല, ബാത്റൂമിലുണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ ക്ലോസറ്റിനോട് പിക്ചറുണ്ട്. ക്ലോസറ്റിനോട് നിറച്ചഴുക്കാണ്. ഗ്രാനിക്ക് കഴിവില്ലാന്ന് തോന്നുന്നു. ഫ്ലഷ് ഒന്നും അടിക്കൂലായിരിക്കും, ഫ്ലഷ് കംപ്ലൈൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യത്തെ പീസ് നമ്മൾ സെൻറ്റർ പീസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പീസ് കിടപ്പുണ്ട്. ഇത് കാലിൻ്റെ പീസായിരിക്കും. പിന്നെ ഒരു പീസ് നമുക്ക് കിട്ടിയത് മറ്റേ പീസ് മറ്റേ സ്ലെൻഡറിൻ്റെ മോൻ്റെ അവിടെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് സെൻറ്റർ പീസ് കിട്ടിയിട്ടുണ്ട്. സെൻറ്റർ പീസ് എവിടെ നിന്നാണ് കിട്ടിയതോ ഞാൻ മറന്നു. ഇല്ലേ, ഒരു മിനിറ്റ് ഗൈസ്, ഇത് കിട്ടണ മുമ്പ് നോക്കുതാണ്ട് ആ പെട്ടി ഒന്ന് തുറന്നു നോക്കിയാലോ. എന്തായാലും ഇവിടെ കൊണ്ട് വെച്ചേക്കാം. മറ്റേ ഈ പെട്ടിക്കകത്താണ് മറ്റേ സ്ലെൻഡറിനേരെ അത് ഈ പെട്ടിക്കകത്താണ് മറ്റേ സ്ലെൻഡറിനേരെ ഭർത്താവ്, അതായത് താഴെ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ നൊസ്ഫെറാറ്റു. പെട്ടിക്കകത്ത് ചങ്ങലിട്ട് കെട്ടി വെച്ചൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം. അതിന് കയറണ്ട അല്ലെങ്കിൽ കാര്യം ആണ് ഈ ഏണി ഇറങ്ങാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ മറ്റേ സ്ലെൻഡറിനേരെ മോൻ്റെ അടുത്ത് പോയിട്ട് ആ ഗണ്ണ് എടുത്തുകൊണ്ട് വരാം. ഗണ്ണിൽ ഒരു യന്ത്രമുണ്ട്. യന്ത്ര കാഴ്ച ഫുള്ളും വീഴ്ചകളാണല്ലോ. വീൽചെയർ അല്ലേ, വീഴ്ചകൾ. ഓക്കെ, ഇവിടെയാണ് ആ ഗണ്ണ് വെച്ചിരുന്നത്. ഇതിനകത്ത് ഒരു ഉണ്ട്. എന്താ മറ്റേ സ്ലെൻഡറിനേരെ മോൻ എണീച്ചിട്ടുണ്ട്, കണ്ട. അവിടെ ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വന്ന് കടിച്ചേനെ. ഗ്രനേഡൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇനി വെറുതെ ഇനി കൊല്ലണ്ട. ഇനി അതിനെ കൊല്ലേണ്ട ആവശ്യമില്ല. കൊച്ചുകുട്ടിയല്ലേ ഗൈസ്, കൊച്ചുകുട്ടിയല്ല, മറ്റേ എന്തിനു പറയാൻ, കൊച്ചല്ലേ, എന്താന്ന് വെറുതെ കൊല്ലണമെന്തിന്. കൂടാതെ അത് മാത്രമല്ല ഗൈസ്, നമ്മൾ അപ്പോൾ ഗൈസ് ആ ഡോറിൻ്റെ ഫീഡ് ദ മോൺസ്റ്റർ എഴുതിയിട്ടുണ്ട്. മോൺസ്റ്ററിന് ഉദ്ദേശിച്ച് ഏതാണ്? മറ്റേ ഓക്കെ, നമുക്ക് ചെയിൻ കട്ടർ വേണോ അല്ലേ? ചെയിൻ കട്ടർ കട്ടിങ് പ്ലേസ്. അതിന് താഴെ ആയിരിക്കണ്ട. അല്ലല്ല, ഇനി ഇവിടെ നിന്ന് ഇനി നേരത്തെ തന്നെ വീഴണം. കട്ടിങ് പ്ലേസ് എന്തായാലും മറ്റേ വയറിൻ്റെ ഇവിടെ കാണും. നമ്മൾ വയർ കെട്ടിയ സ്ഥലത്ത് തന്നെ കാണും. അതാണ് ഇവിടെ തന്നെ ഉണ്ട്. കട്ടിങ് പ്ലെയേഴ്സ്. നമ്മൾ ഈ ഗ്രാനി 1ലും 3ലും മാത്രമേ മറ്റേ ടെഡി ബിയർ വരണുള്ളൂ, 2ൽ വരുന്നില്ല. ഗ്രാനി 1ൽ ടെഡി ബിയർ ഉണ്ട്, പക്ഷേ ഗ്രാനി ചാപ്റ്റർ 2ൽ ടെഡി ബിയർ ഇല്ല. മറിച്ച് ഗ്രാനി 3ൽ ടെഡി ബിയർ ഉണ്ട്. ഗ്രാനി 4ഉം 5ഒക്കെ മറ്റേ ഗ്രാനി 4ഉം 5ഒക്കെ മറ്റേ ഫാൻ മെയ്ഡ് ഗെയിമാണ്. അത് മറ്റേ ഡി വിയിലൊപ്പം ഉണ്ടാക്കിയല്ല.
ഓ നെഫ്റ്റ് പാഡ്ലോക്ക് കിട്ടിയേ. ഗൈസ് അങ്ങനെ പാഡ്ലോക്ക് കിട്ടി. നമ്മൾ എസ്കേപ്പ് ആവാറായി. ഇവിടെ ഇട്ടേക്കാം. ഇതാണ് നെസ്ഫറാറ്റോ. മാഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പാഡ്ലോക്ക് നമുക്ക് നേരെ നമ്മൾ എസ്കേപ്പ് ആവാറായി. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞൊന്നും മറക്കണ്ട, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നും പോകണില്ല. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എല്ലാം വീഴ്ചയാണ്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകില്ല. സബ്സ്ക്രൈബൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഇടിച്ചു പൊട്ടിച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് കയറി പുതിയ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് ഞാൻ എസ്കേപ്പ് ആവാൻ പോവുകയാണ്. അതിന് മുമ്പ് അപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ ചെയ്യണം, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഞാൻ കളി തുടങ്ങുമ്പോൾ പറഞ്ഞില്ലേ പ്രാക്ടീസ് മോളിൽ ഗ്രാൻഡ് പാ എങ്ങനെയാണെന്ന് നോക്കിക്കണേ. ഞാൻ അപ്പോൾ കാണിച്ചുതരാം. അതിന് നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തന്നെ ഇറങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെയാണ് ഇടാവുള്ള. ഓക്കെ അപ്പോൾ എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നോക്കിയോ കാണാ ഗ്രാൻഡ് ഇവിടെ നിന്ന് കൈ കാണിക്കാം. അതാണ് ഗ്രാൻഡ് ഇപ്പോൾ ആരാണ് കഥ തുറന്നതെന്ന് നോക്കുന്നത്. ഇതാണ് പ്രാക്ടീസ് മോളിങ് കളിച്ച നമ്മൾ മറ്റേ സേഫ് റൂമിൻ്റെ ഡോർ തുറന്നല്ലിട്ടാണ്, ഇല്ല അടച്ച കാണിച്ചത്. എൻഡ്. അപ്പോൾ ഗൈസ് നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2 നമ്മൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.